അസ്സലാമു അലൈക്കും. ഞാൻ ലിസൻ്റെ ഉമ്മയാണ്. പിന്നെ എൻ്റെ വേറെ 2 മക്കളും ഇവിടെ പഠിക്കുന്നുണ്ട്. ക്ലാസ് 4ലും ക്ലാസ് 3ലും. അവരൊക്കെ കഴിഞ്ഞ വർഷം മുതലേ പഠിക്കണവരാണ്. അൽഹംദുലില്ലാ, അള്ളാൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ മദ്രസനെ നമ്മൾ കാണുന്നത്. ഇതിനെപ്പറ്റി അറിയാൻ കഴിഞ്ഞതും അതിൽ ചേർക്കാൻ പറ്റിയതൊക്കെ. കാരണം അവർക്ക് നല്ല മാറ്റങ്ങളുണ്ട് എൻ്റെ മക്കൾക്ക്. പ്രത്യേകിച്ച് ലിസ എന്ന് പറയുമ്പോൾ 14 വയസ്സാണ്. അപ്പോൾ ഏത് രീതിയിലും ഡൈവേർട്ട് ചെയ്ത് പോണ ഒരു പ്രായമാണ്. ഈ സോഷ്യൽ മീഡിയേൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടൊക്കെ കുട്ടികളെ കൂടുതലായിട്ടും അതിങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ ഏത് രീതിയിലും കുട്ടികൾ പോണൊരു പ്രായമാണ്. അപ്പം ഡെയിലി മദ്രസ മതപരമായ അറിവുകൾ അവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പം നല്ല മാറ്റങ്ങൾ വരും. അപ്പോൾ അതുപോലെയാണ് ഇപ്പം നമുക്ക് നല്ല ടെൻഷൻ ചെയ്യുന്നു കുട്ടികളെ കാര്യം ആലോചിക്കുമ്പോൾ. ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഇപ്പോൾ കുറഞ്ഞ പോലെയാണ് തോന്നുന്നത്. കാരണം എന്നും കുട്ടികൾക്ക് മതപരമായിട്ടുള്ള അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണല്ലോ ഈ ഒരു സമയം. അപ്പോൾ അതൊക്കെ അവർക്ക് തന്നെ സ്വയം ബോധം വന്നാലേ ഇതുണ്ടാവുള്ളൂ, അതിനൊരു സ്ഥിരത ഉണ്ടാവുള്ളൂ. അല്ലാതെ ഏത് നേരം നമ്മൾ പാരൻസിനെ പേടിച്ചിട്ട് ചെയ്യുമ്പം അതെപ്പോൾ വേണമെങ്കിലും അവർ ഉപേക്ഷിക്കും. അപ്പോൾ അതങ്ങനെയല്ല. അൽഹംദുലില്ലാ, ഉള്ളിൽ നിന്ന് തന്നെ ഒരു പേടി വന്ന പോലെ തോന്നുന്നുണ്ട്. ഈ അൽഹിമായൻ്റെ മദ്രസ കൊണ്ട്, പഠിച്ചവൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു മാറ്റം വന്നിക്കണം. പിന്നെ കഴിഞ്ഞ വർഷത്തെ ടീച്ചർ നസീമ മാം ആയിരുന്നു. നസീമ മാം ആണെങ്കിലും ഈ വർഷത്തെ മാം ആണെങ്കിലും ഷിഫ മാം ആണെങ്കിലും ഒക്കെ നല്ല ഉഷാറാണ്. അൽഹംദുലില്ലാ, കുട്ടികൾക്ക് സമയം എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്നുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. പഠിച്ചവനെ ഈ മദ്രസ ഇങ്ങനെ നിലനിർത്തി തരട്ടെ എന്നാണ് അള്ളാഹിനോട് എപ്പോഴും ഉള്ളൊരു പ്രാർത്ഥന.